ശ്രീ ശ്യാംരാജ് വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നത്. ഞാൻ ശ്രീ ശ്യാംരാജിനോട് ചോദിക്കണം, അതേ ഒരു ഇലക്ഷനിലൊക്കെ മത്സരിച്ച ആളല്ലേ. ശ്യാംരാജിൻ്റെ പേരിൽ ഒരു ബൂത്തിൽ 12 ഡിലീഷൻ നടന്നു. ശ്യാംരാജിനത് പ്രശ്നമാണോ? ശ്യാംരാജ് അറിയാതെ 12 പേരെ ഡിലീറ്റ് ചെയ്യാൻ ശ്യാംരാജ് ആപ്ലിക്കേഷൻ കൊടുത്തു. ശ്യാംരാജിൻ്റെ ഒരു വ്യാജ മൊബൈൽ നമ്പർ ഉപയോഗിച്ചു. ആ വ്യാജ മൊബൈൽ നമ്പറിൽ ഒരു OTP വന്നു. ആ OTP വെച്ച് 12 പേരെ ഡിലീഷൻ ഉപയോഗിച്ചു, ആപ്ലിക്കേഷൻ കൊടുത്തു. അത് ശ്യാംരാജിന് പ്രശ്നമാണോ? എനിക്ക് പ്രശ്നമാണ് എൻ്റെ പേരിൽ വന്നാൽ. താങ്കൾക്ക് പ്രശ്നമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഇതൊരു നിയോജക മണ്ഡലത്തിൽ 5994 എണ്ണം ഇലക്ഷൻ കമ്മീഷൻ്റെ വിവരപ്രകാരം 5994 എണ്ണം വരുമ്പോൾ അത് ആ ഇലക്ഷൻ അട്ടിമറിക്കാൻ എന്നല്ലാതെ നമുക്ക് വേറെ എന്ത് പറയാൻ സാധിക്കും? ഇതൊരു സെൻട്രലൈസ്ഡ് സംവിധാനത്തിൻ്റെ പിന്തുണയോടുകൂടി, കാരണം എന്താ, സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ പിന്തുണയോടുകൂടി മാസീവായി ഡിലീഷൻ നടത്താൻ ഒരു സെൻട്രലൈസ്ഡ് സംവിധാനം വഴി ചെയ്യണമെങ്കിൽ ആരാണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ആ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ 2 കൊല്ലം ഉണ്ടായിട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനെയാണ് കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അപ്പോഴാണ് രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയമായി മറുപടി പറയുന്നത്. ഇപ്പോൾ ശ്രീ ശ്യാംരാജ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയും ഇലക്ഷൻ കമ്മീഷണർ BJPക്ക് വേണ്ടിയുമാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് അതിന് നമുക്ക് വേറെ തർക്കങ്ങളില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ എവിഡൻസോടുകൂടിയാണ്, വിത്ത് പ്രൂഫാണ്. അതിലൊരു നടപടിയും വന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അത് മാത്രമല്ല, 18ഓളം കത്തുകൾ ഒരു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനൊക്കെ സംസ്ഥാന സർക്കാരിന് കീഴിലാണ് എന്ന് ഒരു BJP പ്രതിനിധി ഇൻഡയറക്റ്റായി സൂചിപ്പിക്കുമ്പോൾ അവരോടൊക്കെ എനിക്ക് എന്താണ് പറയാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ ചിന്തിച്ചാൽ മതി. കാരണം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സർക്കാരാണല്ലോ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നിയന്ത്രിക്കുന്നത്. എന്തൊക്കെ നിരുത്തരവാദപരമായ വ്യാഖ്യാനങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇത് വളരെ കൃത്യമാണ്. രാഹുൽ ഗാന്ധി ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നിട്ടില്ല. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഞാൻ എന്താ വരാൻ വൈകിയത്, എന്തേ നീ നേരത്തെ വന്നില്ല എന്ന് കാത്തിരിക്കുകയായിരുന്നു. രോഹിംഗ്യൻ അഭയാർത്ഥികൾ അതാ വർഗീയതയുമായി വന്നു. കാരണം BJPക്ക് പിടിച്ചു നിൽപ്പില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ രോഹിംഗ്യൻ അഭയാർത്ഥി വരും, അപ്പോൾ ന്യൂനപക്ഷ ആക്രമണം വരും, അപ്പോൾ അല്ലെങ്കിൽ മറ്റ് ചില വർഗീയ ആരോപണങ്ങൾ വരും. ബീഹാറിൽ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ SIRനെ പറ്റി അദ്ദേഹം പറഞ്ഞു. SIRും ഇതും തമ്മിൽ ആനയും ആമയും തമ്മിലുള്ള വ്യത്യാസം ഉള്ളതുകൊണ്ട് SIRനെ പറ്റി പറയാം. ഈ SIRന്റെ പേരിൽ എന്താണ് നടക്കുന്നത്? ബീഹാറിൽ സുപ്രീം കോടതി തന്നെയല്ലേ പറഞ്ഞേ? ഞങ്ങളാണോ പറഞ്ഞേ? സുപ്രീം കോടതി ഇടപെട്ട് അവിടെ ഓർഡർ ഇട്ടില്ലേ? ബീഹാറിൽ വളരെ BJP പ്ലാൻ ചെയ്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള മാസീവായിട്ടുള്ള ഇതുപോലുള്ള ഡിലീഷനുകളും ഇതുപോലുള്ള അഡീഷനുകളും ഇതുപോലൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ ആളുകളെ മാറ്റി നിർത്താൻ ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ കേസ് പോയതും സുപ്രീം കോടതി ആധാർ അത് നിയമവിധേയമായി അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞതും ഒക്കെ ഉണ്ടായ സംഭവവികാസങ്ങൾ നമ്മൾ മറന്നുപോയോ? അപ്പൊ SIRനെ കുറിച്ച് പറഞ്ഞ് ഇതിന്റെ മേൽ SIRനെ പറ്റി പറഞ്ഞ് ന്യായീകരണം ഒരുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് ഇന്ത്യ മുഴുവൻ കണ്ട ദൃശ്യങ്ങളാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ഒരു ശുപാർശ ഉൾപ്പെടുത്തണമെന്ന് KM ജോസഫ് നയിച്ച ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ അത് കേന്ദ്ര സർക്കാർ അത്ര അനുകൂലമായിട്ടല്ല അതിനോട് പ്രതികരിച്ചത് എന്നുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ആരോപണ മുൾമുനയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യം പരിഹാരം കാണേണ്ട വസ്തുതയാണ്. അതും ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജനാധിപത്യം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യക്ക് അത് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ആരോപണവുമാണ്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്.